നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ഉയർച്ച പകരുന്ന ഒരു മുക്കാലിയെക്കുറിച്ചാണ്. മുക്കാലി എന്ന് പറയുമ്പോൾ 3 കാലുള്ള ഒരു ഐറ്റം. ഇന്നത്തെ ചെറുപ്പക്കാർക്കൊന്നും ഒരുപക്ഷെ മനസ്സിലായെന്ന് പോലും വരില്ല. ഞാൻ ഓർക്കുന്നു, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അപ്പൻ മുക്കാലി ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്നത്. മുക്കാലി എന്ന് പറഞ്ഞാൽ 3 കാല് അതിങ്ങനെ വിടർത്തി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡിൽ പടി പോലെ കെട്ടിയിട്ടുണ്ട്. അതേ കൂടെ കയറി ചെന്നിട്ട് വാഴക്കൊലയൊക്കെ കവർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ചവർ കൊണ്ട് കവർ ചെയ്യാം. അതുപോലെ ഉയരത്തിൽ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഈ മുക്കാലി ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിന് ഉയർച്ച പകരുന്ന ഒരു മുക്കാലി, ഇതേക്കുറിച്ച് വിശുദ്ധ പാദ്രപ്പിയോ പറയുന്നുണ്ട്. നമ്മളിൽ ആർക്കാണ് ഈ ഉയർച്ച ഇഷ്ടമില്ലാത്തത്? എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ ഉയർച്ച വരണം. പരീക്ഷ എഴുതിയാൽ പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ പറ്റണം. ബിസിനസ് ആരംഭിച്ചാൽ അതിന് ഉയർച്ച ഉണ്ടാകണം. അങ്ങനെ എല്ലാ മേഖലയിലും ഉയർച്ച ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. ഉയർച്ച വാഗ്ദാനം ചെയ്യുന്ന ഒരു മുക്കാലി വിശുദ്ധ പാദ്രപ്പിയോ അവതരിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ഒരു കാലാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, രണ്ടാമത്തെ കാലാണ് പ്രത്യാശ വെടിയാതിരിക്കുക, മൂന്നാമത്തേതാണ് ആകുലപ്പെടാതിരിക്കുക. ഈ 3 കാര്യങ്ങൾ, മുക്കാലിയുടെ 3 കാലുകൾ പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ചേർത്ത് പിടിച്ചാൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ളത് ഈ വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന, നമുക്കറിയാമല്ലോ, ഏത് കാര്യമാണേലും ഏത് പ്രശ്നമാണേലും അതിന് ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ്. എത്രയോ വ്യക്തികളുടെ സാക്ഷി നമ്മൾ കേൾക്കുന്നു. വിശ്വാസത്തോടെ അവർ പ്രാർത്ഥിച്ചു, ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിച്ചു. എത്രയോ സംഭവങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. പ്രത്യാശയോടെ അവർ ജീവിതത്തിൽ മുന്നേറി അതിൻ്റേതായിട്ടുള്ള സൽഫലം അവരുടെ ജീവിതത്തിലുണ്ടായി. റോമാലേഖനം 4-ാം അധ്യായം 17 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അബ്രാഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അബ്രാഹം പ്രതീക്ഷയ്ക്ക് ഒരു വകയില്ലാതിരുന്നിടത്തും പ്രതീക്ഷിച്ചു. പ്രത്യാശ അവൻ വെടിഞ്ഞില്ല. അതുകൊണ്ടാണ് 99 വയസ്സായിട്ട് മക്കളുണ്ടാകാതിരുന്നിട്ടും ഒരു കുഞ്ഞുണ്ടാകാതിരുന്നിട്ടും അവൻ പറഞ്ഞു, എനിക്ക് കുഞ്ഞുണ്ടാവും. കാരണം ദൈവം പറഞ്ഞു, നിന്റെ സന്താന പരമ്പര ആകാശത്തിലെ നക്ഷത്രം പോലെ ആയിരിക്കും. അതവന് നീതീകരണമായി മാറി. പ്രത്യാശയിൽ അവൻ തുടർന്നതുകൊണ്ട് അതവന് നീതീകരണമായി മാറി. 100-ാമത്തെ വയസ്സിൽ അവനൊരു കൊച്ചുണ്ടാകുന്നതിനെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ആദ്യത്തെ ഒരു കാല് എന്ന് പറയുന്നത് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന, രണ്ടാമത്തേതാണ് പ്രത്യാശ വെടിയാതിരിക്കുക, മൂന്നാമത്തെ കാലാണ് ആകുലപ്പെടാതിരിക്കുക. വിശുദ്ധ പാദ്രപ്പിയോ പറഞ്ഞിട്ടുള്ളത് ആകുലത ഒന്നിനും കൊള്ളാത്ത കാര്യമാണ്. ഇറ്റ് ഈസ് ഗുഡ് ഫോർ നത്തിങ്. വറി ആൻഡ് ആങ്സൈറ്റി എന്ന് പറയുന്നത് ഗുഡ് ഫോർ നത്തിങ്. പറയുണ്ട്, ആകുലപ്പെടാതിരുന്നാൽ അതിൻ്റെതായ നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഈ വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി നമ്മൾ കാണുന്നത് വചനം നമ്മുടെ മുമ്പിൽ വെക്കുന്ന 7 മുക്കാലികൾ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന് ഉയർച്ച പകരുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിലാണ്. അവിടെ നമ്മൾ കാണുന്നു, ലൂക്ക 4-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, യേശു പ്രാർത്ഥനാ നിരതനായിരുന്നു. രണ്ടാമത്തേത്, യേശു പ്രവർത്തന നിരതനായിരുന്നു. മൂന്നാമത്തെ കാര്യം, യേശു അഭിഷേകത്തോടെ ജീവിച്ച വ്യക്തിയാണ്. അവൻ അഭിഷിക്തനായിരുന്നു. അഭിഷേകത്തിൽ തൻ്റെ ജീവിതം മുമ്പോട്ട് നയിച്ചു. ഈ 3 കാര്യങ്ങൾ കൊണ്ട് യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായ വിജയവും യേശുവിന് നൽകാൻ സാധിച്ച വൻ കാര്യങ്ങളുമൊക്കെ ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ വചനഭാഗം ലൂക്ക 12:35 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 3 കാര്യങ്ങളാണ് അവിടെയും പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ജാഗരൂകരായിരിക്കുക, ബി വിജിലന്റ്. രണ്ടാമത്തെ കാര്യമാണ് ഉണർന്നിരിക്കുക, ബി അവൈക്ക്. മൂന്നാമത്തെ കാര്യമാണ് ഒരുങ്ങിയിരിക്കുക, ബി റെഡി. ഈ 3 കാര്യങ്ങൾ ലൂക്ക 12:35 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട് മത്തായി 10:16 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, സർപ്പങ്ങളെപ്പോലെ നിങ്ങൾ വിവേകികളായിരിക്കണം. പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരായിരുന്നാൽ മാത്രം പോരാ, സർപ്പങ്ങളെപ്പോലെ വിവേകികളായിരിക്കണം. എഫേസസ് 5:14 വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഉറങ്ങുന്നവനെ ഉണരുക, അപ്പോൾ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഉറക്കം തൂങ്ങികളുടെ മേലല്ല, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ക്രിസ്തു പ്രകാശിക്കും. ലൂക്ക 12:38 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരുക്കമുള്ളവരായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. പറയുന്നുണ്ട്, ജാഗരൂകരാവുക, ഉണർന്നിരിക്കുക, ഒരുങ്ങിയിരിക്കുക. ഈ 3 കാര്യങ്ങൾ നമുക്ക് വളരെ ആവശ്യമാണ്. മൂന്നാമത്തെ വചനഭാഗമാണ് 2 ദിനവൃത്താന്തം 7:14 നമ്മൾ കാണുക. 2 ദിനവൃത്താന്തം 7:14. അതിലെ മുക്കാലികൾ: ഒന്ന്, ദൈവത്തെ അന്വേഷിക്കുന്നവരാവുക; 2, എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരാവുക; മൂന്നാമത്തെ കാര്യം, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും. 4-ാമത്തെ വചനഭാഗമാണ് തോബിത്ത് 4:21 വചനം. അവിടെ ഒന്നാമത്തെ കാര്യം, ദൈവത്തോട് ഭക്തിയുള്ളവരായിരിക്കുക; രണ്ടാമത്തെ കാര്യം, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക; മൂന്നാമത്തെ കാര്യം, ദൈവത്തിന് പ്രീതികരമായവ ചെയ്യുക. തോബിത്ത് തൻ്റെ മകൻ തോബിയാസിന് പറഞ്ഞു കൊടുത്ത കാര്യമാണ്. നമ്മൾ
ദരിദ്രരായി തീർന്നതിൽ നീ വിഷമിക്കേണ്ട. ദൈവം നമ്മെ വീണ്ടും സമൃദ്ധിയിലേക്ക് നയിച്ചോളും. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ മതി. 5-ാമത്തെ വചനഭാഗമാണ് മിക്ക 6:8 വചനം നമ്മെ പഠിപ്പിക്കുന്നത്. 3 കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഞാൻ നിന്നെ പഠിപ്പിക്കാം എന്നാ പറഞ്ഞ്. ഈ നല്ല കാര്യങ്ങൾ ഏറ്റെടുത്താൽ നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. 1, നീതി പ്രവർത്തിക്കുക. 2-ാമത്തേത് കരുണ കാണിക്കുക. 3-ാമത്തേത് വിനീതനാവുക. ഈ 3 കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിന് ഉയർച്ച ഉണ്ടാവും. വീണ്ടും 6-ാമത്തെ ഒരു വചനഭാഗം മത്തായി 23:23 വചനമാണ്. നിയമത്തില് ഗൗരവമേറിയ കാര്യങ്ങളെന്ന് പറഞ്ഞ് അവിടെ വെച്ചിരിക്കുന്ന 3 കാര്യങ്ങൾ: നീതി, കാരുണ്യം, വിശ്വസ്തത. ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ച് ജീവിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും. അവസാനത്തെ 7-ാമത്തെ ഒരു വചനഭാഗമാണ് നിയമാവർത്തനം 10:12 വചനം. അവിടെ പറഞ്ഞിട്ടുണ്ട്, 1, ദൈവഭയത്തോടെ അവിടുത്തെ മാർഗത്തിൽ നീ ചരിക്കുക. ദൈവഭയമുള്ളവരായി ദൈവത്തിന്റെ മാർഗത്തിൽ ചരിക്കുക. 2-ാമത്തേതാണ് ദൈവത്തെ സ്നേഹിക്കുക. 3-ാമത്തേത് ദൈവത്തെ സേവിക്കുക. 2 കാര്യങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ ചെയ്താൽ നിന്റെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവും. ഈ സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അത് ജീവിക്കുവാൻ വേണ്ട അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസവും പ്രത്യാശയും നഷ്ടമായ വ്യക്തികളുണ്ട്, അവർക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പ്രാർത്ഥിക്കാം. നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും എന്നരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ വ്യാപാരങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അങ്ങ് ഇടപെടണമേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അങ്ങാണെന്നും അങ്ങിലാണെന്നും യേശുവേ നാഥ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച വചന വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിതം നവീകരിക്കാനും പുനരാരംഭിക്കാനും ഞങ്ങൾക്ക് വരമരുളണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാക്കണമേ. ആമേൻ. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഏറ്റെടുത്ത് അതെല്ലാം നിറവേറ്റി തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.